പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയപ്പെട്ട സലീം കുമാർ വിട പറയുകയാണ്. സലീം കുമാറിന് വിട പറയാനൊരുങ്ങുന്നു കേരളവും. അല്പസമയത്തിനകം മൃതദേഹം പറവൂർ ടൗൺ ഹാളിലെത്തിക്കും. 1 മണിവരെ അവിടെ പൊതുദർശനമുണ്ടാവും. ശോകമുഖമാണ് സലീം കുമാറിൻ്റെ വീടായ ലാഫിംഗ് വില്ല. അവിടെ ഇത്രമേൽ കരഞ്ഞും ഒരുപക്ഷെ കണ്ണീരണിഞ്ഞും നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം പറവൂർ ടൗൺ ഹാളിലേക്ക് പോവുകയാണ്. ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ടൗൺ ഹാളിലേക്ക് പുറപ്പെട്ടു. വൈകിട്ടാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജെയ്സൺ ഇപ്പോൾ ലാഫിംഗ് വില്ലയിലുണ്ട്, അർജുൻ മട്ടന്നൂർ ടൗൺ ഹാളിലുമുണ്ട്. ജെയ്സൺ ലാഫിംഗ് വില്ലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ടൗൺ ഹാളിലേക്ക് പോവുകയാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ വീടുണ്ടാക്കിയത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ചുറ്റുപാടിൽ വളർന്നെങ്കിലും ഒടുവിൽ സിനിമയിൽ നിങ്ങളെ ചിരിപ്പിച്ച് കിട്ടിയ ഓരോ തരി മണ്ണും പൊന്നും ചേർത്ത് വെച്ചാണ് ഞാൻ ഈ വീടുണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആ വീട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ ലാഫിംഗ് വില്ലയിൽ നിന്ന് ടൗൺ ഹാളിലേക്ക് പോകുന്നു. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ചുറ്റുപാടിൽ നിന്നാണ് സലീം കുമാറിൻ്റെ വരവ്. അവിടെ നിന്നാണ് ഒരു ലാഫിംഗ് വില്ലയും ലാഫിംഗ് വില്ലയിലെ ലാഫിംഗ് മാസ്റ്ററും നമുക്കുണ്ടായത്. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഒരു നാട് മുഴുവൻ സങ്കടത്തിലാണ് അല്ലേ ജെയ്സൺ? അരുൺകുമാർ മലയാളിയെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സലീം കുമാറിന് അവസാന യാത്രയ്ക്കായി ഈ ലാഫിംഗ് വില്ല ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന ഈ ചിരിക്കുന്ന വില്ലയിലേക്ക് സലീം കുമാറിൻ്റെ ചേതനേറ്റ ശരീരവുമായി ഏകദേശം 1 മണിക്ക് ശേഷമാണ് ഇവിടേക്ക് വരിക. ഈ വീട് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് താൻ തിരിച്ചു വന്നത്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ സിനിമയിൽ നിന്നും ലഭിച്ച ആ അംഗീകാരം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു പേര് ഈ വീടിനിട്ടത്. ഈ വീട്ടിലേക്ക്, ഈ ചിരിക്കുന്ന വീട്ടിലേക്ക് എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ടാണ് ഏകദേശം 1 മണിക്ക് ശേഷം അവസാനമായ യാത്രയ്ക്കായി സലീം കുമാർ ഇങ്ങോട്ട് വരിക. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും, പ്രാഥമികമായ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. കനത്ത മഴയാണ് ഇവിടെ. ആ കനത്ത മഴയിലും ആളുകൾ നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു താൽക്കാലിക ക്രെമിറ്റോറിയം തയ്യാറാക്കുക. നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്താണ് താൽക്കാലികമായ ക്രെമിറ്റോറിയം തയ്യാറാക്കുക. അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ദുഃഖത്തോടു കൂടി മാത്രമേ സത്യത്തിൽ ഈ ദിവസം കടന്നു പോകൂ എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ ഇപ്പോൾ? ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് പ്രിയങ്കരനായ സലീം കുമാറിൻ്റെ നിര്യാണം. തുടർന്ന് 9 മണിയോടുകൂടി പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനം. അതിനുശേഷം 1 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കുക. 3 മണിയോടുകൂടി സംസ്കാര നടപടികൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ നാടിന് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. മഴയാണല്ലോ ശക്തമുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾക്ക് ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശം തന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഏറ്റവും സ്നേഹനിധിയായ സലീം കുമാറിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതും. ഈ താൽക്കാലികമായ ക്രെമിറ്റോറിയം ഒരുക്കി എങ്ങനെയാണ് അതിൻ്റെ സംവിധാനം? ഗ്യാസ് ക്രെമിറ്റോറിയമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വീട്ടുവളപ്പിൽ തന്നെ ചെയ്തുകൊണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു വീട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സന്തോഷം നിറഞ്ഞ വീട്ടിലേക്ക് ഈ വീടുണ്ടാക്കിയത് സിനിമയാണ്, ഈ പ്രേക്ഷകരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തത്? അദ്ദേഹം ഞങ്ങളുടെ മനസ്സിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ മിമിക്രി ലോകത്ത് സ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് തന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാസ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ വിവാഹ സമയത്താണ്, മിമിക്രി സമയത്ത്, ആ വിവാഹത്തിൻ്റെ രാത്രിയാണ് സിനിമാ ലോകത്തേക്കുള്ള ക്ഷണം കിട്ടിയത് തന്നെ. പിന്നീട് മലയാള ഇൻഡസ്ട്രിക്ക് ഒരു മഹാനടനായാണ് കിട്ടിയത് ഹാസ്യത്തിലൂടെ. ഇന്ന് അപ്രതീക്ഷിതമായൊരു വിയോഗമായി പോയി. തീർച്ചയായും 56-57 വയസ്സിൽ ആരാധനായ സലീം കുമാറിൻ്റെ നിര്യാണം മലയാള സിനിമാ ഇൻഡസ്ട്രി